ഇന്ന് നമുക്ക് അണ്ടർ ചേസ് കോട്ടിങ്ങിന് വന്നിട്ടുള്ള 2012 മോഡൽ ഫോർച്യൂണറാണിത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി കംപ്ലീറ്റ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് വണ്ടി ഒന്ന് പൊക്കി അടിയെ നോക്കിയപ്പം അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക റെസ്റ്റ് ഒന്നുമില്ല. ഈ കാണുന്നത് കംപ്ലീറ്റ് മഡാണ്. റെസ്റ്റ് ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വാഷ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആദ്യം കംപ്ലീറ്റ് കെമിക്കലും ഡീസലെല്ലാം ഇട്ട് കംപ്ലീറ്റ് വാഷ് ചെയ്തെടുത്ത് കുറച്ച് നേരം ഡ്രൈ ആക്കാൻ വേണ്ടി വണ്ടി വെച്ചിട്ടുണ്ട്. അണ്ടർ നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രം അണ്ടർ ചേസ് കോട്ടിങ് അടിക്കാൻ പാടുള്ളൂ. വെള്ളത്തിന്റെ കൂടെ മിക്സ് അടിച്ചിട്ട് ഒരു യൂസും ഇല്ല. വലിയ രീതിയിൽ റെസ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പേപ്പർ കട്ട് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് അണ്ടർ കോട്ടിങ് സ്പ്രേ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അണ്ടർ കോട്ടിങ് കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള ഒരു വ്യൂ ആണ് ഇത്. നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. സൈലൻസർ കോട്ടിങ് അടിച്ചിട്ടില്ല. സൈലൻസർ കോട്ടിങ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അണ്ടർ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് സൈലൻസർ കോട്ടിങ് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൈലൻസറും അത്യാവശ്യം റെസ്റ്റൽ ഉള്ളത് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പേപ്പർ ഇട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ സൈലൻസർ കോട്ടിങ് അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ പേപ്പർ ഇട്ട് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ മേലുള്ള റെസ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ സൈലൻസർ കോട്ടിങ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അണ്ടർ ചേസ് കോട്ടിങ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ സൈലൻസർ കോട്ടിങ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് ഹീറ്റ് റെസിസ്റ്റ് മെറ്റീരിയലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും സംഭവിക്കില്ല. അണ്ടർ ചേസ് കോട്ടിങ് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൈലൻസർ ചൂടാകുന്ന സാധനം കൊണ്ട് തന്നെ അത് ഉരുകി പോകും. അങ്ങനെ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. 4 വർഷം വാറണ്ടി വരുന്ന പാക്കേജാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാവും. നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞ് വണ്ടി നേരെ നമ്മൾ റാമ്പിൽ നിന്ന് താഴേക്ക് ഇറക്കുകയാണ്. ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാവും. നമുക്കിത് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു ദിവസം ഫുള്ളായിട്ട് ആവശ്യമാണ്.